ഹലോ, ഓൺ ദി സ്പോട്ടിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓൺ ദി സ്പോട്ടിൽ നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടിരിക്കുന്നത് ആരാന്ന് അറിയണ്ടേ? മോഹസിൻ പരാരി സംവിധാനം ചെയ്ത കേൾട്ടൻ 10 എന്ന മൂവിയിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ കോഴിക്കോടിൻ്റെ സ്വന്തം ചാന്ദിനി ശ്രീധരനാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ഓൺ ദി സ്പോട്ടിലുള്ളത്. നമുക്ക് ചാന്ദിനിയുടെ കുറേ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? റെഡിയല്ലേ നിങ്ങൾ? ഓക്കെ, നമുക്ക് നോക്കാം. ഹായ് ചാന്ദിനി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. കേൾട്ടൻ 10 റിലീസായി. അതിൻ്റെ ഒരുവിധം നമ്മൾ റിവ്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞു, നന്നായിട്ട് പോകുന്നു എന്നും കേട്ടിട്ടുണ്ട്. എന്താണ് ആ കേട്ടപ്പോൾ? സന്തോഷമാണോ, എക്സൈറ്റഡ് ആണോ, എന്താണ് ആ ഒരു ഫീൽ? ഒബ്വിയസ്ലി സന്തോഷം ആൻഡ് എക്സൈറ്റ്മെന്റ്. മിക്സഡ് ഫീലിംഗ്സ് ആയിരിക്കും കൂടുതൽ. ഈ ഒരു സിനിമ റിലീസിന്റെ തലേന്ന് ഭയങ്കര മിക്സഡ് ഇൻ ദ സെൻസ് എക്സൈറ്റഡ് ആയിരുന്നു, നെർവസ് ആയിരുന്നു, അതും ഹാപ്പി ആയിരുന്നു ഫൈനലി സ്ക്രീനിൽ കാണാൻ. പിന്നെ ഒരു ചെറിയ ടെൻഷൻ പിന്നെ ഉണ്ടാവും, ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. ഓക്കെ, ആ ക്യാരക്ടർ ഓൺ സ്ക്രീൻ കാണാനായിട്ട് ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, സിനിമ ലൈക്ക് ആൾക്കാരെങ്ങനെ പ്രതികരിക്കും മാത്രമല്ല, എനിക്ക് പേഴ്സണലി കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ഫസ്റ്റ് ഷോ പദ്മയെന്നാണ് കണ്ടത്, ടീമിന്റെ കൂടെയാണ് കണ്ടത്. അപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ മോസിക്കിനോട് പറഞ്ഞു, യു ഡൺ എ അമേസിംഗ് ജോബ്. ഓക്കെ, നല്ല സിനിമ തന്നു. കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയല്ലേ? നമ്മൾ ഓൺ സ്ക്രീനിൽ അതും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മലയാളം മൂവിയാണ് ഈ കേൾട്ടൻ 10. അതിന്റെ മുന്നേ ഫസ്റ്റ് മൂവി in Tamil. Second movie was first was in Tamil and second in Telugu called Chakliginta. Okay, തമിഴും തെലുങ്കും റിലീസ് ആയി ഓൾറെഡി? Yeah, I will say. റിലീസ് ആയി. അതിന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണോ ഇതും റിലീസ് ആയപ്പോൾ കിട്ടിയത്? അതോ ഡെഫിനറ്റ്ലി നമ്മുടെ സ്വന്തം നാട് കേരളത്തിൽ നമ്മുടെ ഫസ്റ്റ് മൂവി, മലയാളത്തിലെ ഫസ്റ്റ് മൂവി റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് മറ്റെവിടെയും കിട്ടില്ലല്ലോ. സ്വന്തം ജന്മനാട്ടിലൊരു മൂവി റിലീസ് ആവുക അല്ലേ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടില്ലേ? തമിഴും തെലുഗു റിലീസ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഫാമിലിക്ക് അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലായിരുന്നില്ല. ഫാമിലി മീൻസ് ഇമീഡിയറ്റ് അല്ല, എൻ്റെ അച്ഛനമ്മയല്ല, റിലേറ്റീവ്സിന്. പക്ഷെ ഈ സിനിമ എന്താ വെച്ചാൽ ഇവര് ഇവിടെ ഫുൾ പോസ്റ്റേഴ്സ് എല്ലാം കാണും, അപ്പം എന്നെ കാണാണ്. അവർക്ക് ഈ സിനിമയാണ് ഏതാണ് എൻ്റെ ഫസ്റ്റ് റിലീസ് പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. സോ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ആ ഒരു റിയാക്ഷൻ കാണുമ്പം എനിക്കും അതിങ്ങനെ എക്സൈറ്റ്മെന്റ് കൂടി. എനിക്ക് ഫസ്റ്റ് മൂവീസ് ലൈക്ക് ഫോർ മീ എവറി മൂവീസ് ബിഗ്, എവറി മൂവീസ് ലൈക്ക് മൈ ഫസ്റ്റ് മൂവി. പക്ഷെ ആ ഒരു ഡിഫറൻസ് ഞാൻ നന്നായി കണ്ടു. ആൻഡ് ഈ സിനിമ ലാൽ ജോസറിന്റെ ബാനറിലാണ്, മീൻസ് ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതണം ഡെഫിനറ്റ്ലി. ബിക്കോസ് ഞാൻ US വന്നത് തന്നെ ലാൽ ജോസറിന്റെ ഒരു വിവൽ ആക്ടേഴ്സ് ആയി ബിഗ് ബ്രേക്ക് എന്ന ഷോന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഞാനും കോഫുണ്ട്, ഞാനും അനുശ്രീ ആയിരുന്നു വിന്നേഴ്സ്. അനുശ്രീ ഡയമണ്ട്. സോ അവളും ഞാനും അല്ലെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവള് മലയാളത്തിൽ ചെയ്തു, ഞാൻ തമിഴിൽ പോയി ചെയ്തു. എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചാന്ദിനിയുടെ ആ ഒരു പ്രോഗ്രാമുള്ള ഒരു ഡാൻസ്, രാമായണക്കാറ്റ്. ഞാൻ ഡാൻസ് ഓർക്കുന്നുണ്ട്. അന്ന് നേരിട്ട് കാണാൻ പറ്റിയും പറയാൻ പറ്റിയില്ല. ഇറ്റ് വാസ് വണ്ടർഫുൾ ജോബ്. And you looked so pretty that day. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ചാന്ദിനെ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ പറയാ, കേരളത്തിൽ മൊത്തം പോസ്റ്റേഴ്സിൽ കാണാൻ പറ്റുക. അതുപോലെ ഇപ്പൊ പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഞാൻ ആർക്കും മനസ്സിലാവുന്നില്ല, ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നൊന്ന് ടിവിയിൽ കാണിക്കൂ, മുഫ്തില്ലാണ്ട് ആരെങ്കിലും മനസ്സിലാവട്ടെ. ഓൾറൈറ്റ്, കേൾട്ടൻ 10 അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എനിക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഏതാണ് ലക്കി നമ്പർ? അങ്ങനെയൊന്നുമില്ല. Any similarity to 10 or something? No, but I like the number 10. I like the number 10. Okay, കേൾട്ടൻ 10 ചാന്ദിനി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ഷാദിയ. എന്താണ് സ്പെഷ്യാലിറ്റി ആ ക്യാരക്ടറിന്റെ? ഷാദിയ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഈ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവളുടെ ലുക്കാണ്. ഫസ്റ്റ്ലി എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത് ഇസ് ഹെർ അപ്പിയറൻസ്. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇനിയും ചെയ്യാൻ കിട്ടുമെന്നും അറിയില്ല ഇങ്ങനത്തെ ഒരു. ബിക്കോസ് സാധാരണ തട്ടല്ല, കംപ്ലീറ്റ് മുഫ്തിയാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എന്താ ഫുൾ കവേർഡ് ആണ്. എൻ്റെ കൈയിൻ്റെ ഈ പോർഷനും കാലും മുഖത്തിന് ഇത്ര മാത്രമേ കാണൂ. അത് ഷൂട്ട് ചെയ്തത് കാലിക്കറ്റ് ബീച്ചിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. നട്ട വെയിലത്താണ് ഷൂട്ട്. ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു ലൈക്ക് സ്ക്രിപ്റ്റിംഗിന്റെ സമയത്ത് ഇങ്ങനെയായിരിക്കും, ഫുള്ളി കവേർഡ് ആയിരിക്കും കോസ്റ്റ്യൂം. ഫുള്ളി കവേർഡ് മുസ്ലിം ക്യാരക്ടറാണെന്ന് പറഞ്ഞത്. സോ തട്ടം ഇട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുമ്പം അവര് ഒരു തട്ടം ഒന്ന് എന്നോട് ഇടാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ ഇടാൻ അറിയില്ല, ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ഷോളോണ്ട് കെട്ടി, ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പൊ ഹി വാസ് ലൈക്ക് ഓക്കെ, ബിക്കോസ് ഇന്ന് ആ കുട്ടീനെ തട്ടം ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവൾ അത് മുടി കാണില്ല, ഒന്നും കാണില്ല. അപ്പം ഭംഗിയില്ലെങ്കിൽ പിന്നെ ഹീറോയിൻ അറ്റ്ലീസ്റ്റ് കുറച്ചെന്തെങ്കിലും ഉണ്ടാവണ്ടേ. അപ്പം മീൻസ് തട്ടം ചേരണം എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു അവർക്ക് അറിയുന്നൊരു റിലേഷനായിട്ട് പോയി തട്ടക്കെട്ട്. അപ്പം ആ ക്യാരക്ടർ ആപ്റ്റ് ആയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ ഹീറോയിൻ ആയിട്ടാണ്
ഈ മൂവിയിൽ കേൾട്ടൻ 10 ഷാദിയ എന്നുള്ള ക്യാരക്ടർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ കെമിസ്ട്രി? നിങ്ങൾ ഒരുമിച്ചുണ്ടായ ഫസ്റ്റ് മൂവി? എല്ലാരും പറയുന്നത് നല്ല കെമിസ്ട്രി ഉണ്ടെന്നാണ് പറയുന്നത്. നന്നായി വർക്ക്ഔട്ട് മൂവിയിൽ നമുക്ക് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ലൈക്ക് ഹീസ് എ സീനിയർ ആർട്ടിസ്റ്റ്, അപ്പം എങ്ങനെ നല്ല ഹെൽപ്പ് ചെയ്തിരുന്നോ, അഡ്വൈസ് തന്നിരുന്നോ? അതുപോലെ ഉണ്ണീൻ്റെ ഐ തിങ്ക് 14 15 ഇങ്ങനെ കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. സോ ഹി ഹാസ് എൻ എക്സ്പീരിയൻസ്. പക്ഷെ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കര ഷൈ ആണ്, അത്ര സംസാരിക്കില്ല. പക്ഷെ എനിക്ക് മേ ബി ഈ സെറ്റിൽ ഫുൾ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ആള് എല്ലാവരായിട്ടും നന്നായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആള് ഇങ്ങനെ ഫുൾ കോമഡി തമാശയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. സോ ആ രീതിയിലൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് നമുക്ക് കാറിലൊരു ട്രാവൽ സീക്വൻസ് ഉണ്ട്, അതാണ് ഒരു വലിയൊരു ചങ്ക് പോർഷൻ നമ്മുടെ ലവ് സ്റ്റോറിയിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഡയറക്ടറിന് ഇരിക്കാൻ പറ്റില്ല, ആർക്കും നമ്മൾ പിന്നിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഉണ്ണിയായിരുന്നു അവിടെ ഡയറക്ടർ, ക്യാമറ ആക്ഷൻ കട്ട്. സോ നമുക്ക് കാണാനും പറ്റില്ല, ബിക്കോസ് മോണിറ്റർ ക്യാമറന് വേണ്ടിയാണല്ലോ. അപ്പോൾ ക്യാമറ എക്സ്റ്റീരിയറിലാണ്. അപ്പോൾ അത് ചെയ്യും, എന്നിട്ട് നമ്മൾ തന്നെ ഓക്കെ ശരിയായോ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് കൊടുത്ത് ഗിവ് ആൻഡ് ടേക്കിലാണ് നമ്മൾ തന്നെ ചിലപ്പം അവിടെ തന്നെ റീടേക്ക് ചെയ്യും. സോ അങ്ങനെ യൂഷ്വലി ഇങ്ങനെ കുറേ ചെയ്ത ആക്ടേഴ്സിനൊക്കെ ആ ഒരു ഈഗോ ഉണ്ടാവും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ അവനും അതിങ്ങനെ കുറച്ച് റീതിങ്ക് ചെയ്യും. പറയുന്നത് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു വില തരും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡയറക്ടർ മോഹസിൻ പരാരിയുടെയും ഫസ്റ്റ് മൂവിയാണ്. സോ ഡയറക്ടറുടെ സൈഡിൽ നിന്ന് എത്രത്തോളം ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് ചാന്ദിനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ മൂവിയിൽ ക്യാരക്ടർ നന്നായി ചെയ്യാൻ വേണ്ടി? ഡയറക്ടർ ഇസ് ആളും യങ് ആണ്. സോ ഫസ്റ്റ് ഓഫ് എനിക്ക് തോന്നിയ ആദ്യം തന്നെ മീറ്റ് ചെയ്യുമ്പം ആള് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയത്. സോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആളോട് വർക്ക് ചെയ്യാൻ. എൻ്റെ കൂടെ മാത്രമല്ല, എല്ലാ ഫുൾ സെറ്റിന് ആൾ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടല്ല ഉണ്ടാവുക, പക്ഷേ ഹി ഗെറ്റ്സ് ഹിസ് വർക്ക് ഡൺ. നമ്മളെല്ലാവരും ചിരിച്ച് കളിച്ചിരിക്കാം, പക്ഷെ ചെയ്തോളണം എന്നെല്ലാവരും ചെയ്തു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആൾ അത്രയും ചൂടായിട്ടില്ല. 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ചൂടായിട്ട്. ആൻഡ് ഈസ് വെരി ടാലൻറ്റഡ്. അതിപ്പോൾ സ്ക്രീനിൽ സ്റ്റോറി പറയുന്ന രീതി കണ്ടാൽ മനസ്സിലാവും. ഇൻ ദ സെൻസ് യൂഷ്വലി നമ്മൾ സ്റ്റോറി എങ്ങനെയാണ് പറയുക, ആ ഒരു ലവ് സ്റ്റോറി ഇതാ, കോമഡി ഇതാ, അങ്ങനെ അല്ലാണ്ട് ഈ ഡിഫറെൻറ്റ് ട്രാക്സ് അവസാനം ദർ ഈസ് ഓൾമോസ്റ്റ് 4 ഡിഫറെൻറ്റ് ട്രാക്സ് ഉണ്ട്. മീൻസ് ഇങ്ങനെ സ്റ്റോറീസ് ലൈൻസ് പോകുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് 4 ഗ്രൂപ്പ്സ് ആയിട്ടാണ് പോകുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ആൻഡ് ചിലപ്പം അത് ബോറിംഗ് ആവാൻ പറ്റും. ഇവിടെ ലവ് ട്രാക്ക് പോകുന്നു, ഇവിടെ കോമഡി വേറെ പോകുന്നു. ഇപ്പം അജുവേട്ടനും നീരജും ഇതിൽ തീറ്റ പണ്ടാനും കൂടിയാണ്. സോ അവരിങ്ങനെ തിന്ന് പോകുന്നു. അച്ഛന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ സൈജുവേട്ടനും ലുക്കും അശ്രയും ഉണ്ട്. സോ 4 ഗ്രൂപ്പാണ്. അപ്പം അത് വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഐ ലൈക്ക് ഹൗ ഈ എക്സിക്യൂട്ടഡ് ആൻഡ് ഓൺ സ്ക്രീൻ അത് നന്നായി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ പോയി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എവിടെയും ബോറടിച്ചില്ല, നല്ല തമാശ. സോ ഇറ്റ്സ് ലൈക്ക് അമ്മമ്മ പറയുമ്പോൾ കുറച്ചും കൂടെ ഏജ്ഡ് ആണ്. ഈ മൂവി കുറച്ചും കൂടെ യൂത്ത് സെന്റേർഡ് ആണ് ക്യാരക്ടേഴ്സ് ഒക്കെ. എന്നിട്ടും റിലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇറ്റ്സ് നൈസ് ടു നോ. ഓഫ് കോഴ്സ് ദേ ഓൾ എൻജോയ്ഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പം കോ ആക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കൂടെ ചെയ്തത് അജു വർഗീസ്, നീരജ് മാധവൻ അവരൊക്കെയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സെറ്റിലുള്ളൊരു നിങ്ങളൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിരുന്നോ? ഡെഫിനറ്റ്ലി. അതോ എല്ലാവരും മാറി ഇരുന്നിട്ട് അവരുടെ വർക്ക് ചെയ്യാൻ പോവാ? പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ എനിക്ക് ഇരിക്കുന്നുണ്ടാവാ. നമ്മൾ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെന്നേ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അവരും നമ്മൾ ഫ്രണ്ട്സ് പോലെ ഉണ്ടായിരുന്നത്. അവരിങ്ങനെ ജോളി, അവര് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൺ സ്ക്രീൻ. അപ്പം ആദ്യം കണ്ടപ്പോ ശരി, പക്ഷെ അവരതിന്റെ സംഭവിച്ചില്ലേ കടലൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് വരുമ്പം ലൈക്ക് ഓക്കെ ഇവര് നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പം ടോട്ടലായിട്ട് ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരുന്ന്, ഒരിക്കലും ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനേ ഒറ്റയ്ക്ക് ബാക്കിയെല്ലാം എന്താ ചെയ്യുന്നത് എന്നിട്ട് അവരുടെ അടുത്ത് പോകും. പാക്കപ്പ് ആയ ദിവസം എനിക്ക് പാക്കപ്പ് ആയിട്ട് ഷൂട്ട് വരണ്ടായിരുന്നു, ഉണ്ണിക്കും ബാസിക്കും. പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത്രയും ഫ്രണ്ട്ലി ആയ. അതെ.